ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സ്നേഹ. ഇന്ന് നമുക്ക് പുതിയ ഭാഗങ്ങൾ പഠിക്കാം. ആദ്യം നമ്മൾ തടാകങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. തടാകങ്ങളിലെ ആദ്യത്തെ ചോദ്യമാണ്, ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന തടാകം ഏതാണെന്ന്. ഉത്തരം ബെയ്ക്കൽ തടാകമാണ്. ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന തടാകമാണ് ബെയ്ക്കൽ തടാകം. ഏതൊക്കെയാണ് പഞ്ചമഹാതടാകങ്ങൾ? ഹ്യൂറൺ, ഒന്റേറിയോ, മിഷിഗൺ, ഈറി, സുപ്പീരിയർ. പഞ്ചമഹാതടാകങ്ങളാണ് ഹ്യൂറൺ, ഒന്റേറിയോ, മിഷിഗൺ, ഈറി, സുപ്പീരിയർ. ഒരു രാജ്യത്ത് മാത്രം സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകമാണ് മിഷിഗൺ തടാകം. ഒരു രാജ്യത്ത് മാത്രം സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകമാണ് മിഷിഗൺ തടാകം. നീളത്തിൽ രണ്ടാം സ്ഥാനമുള്ള തടാകമാണ് ബെയ്ക്കൽ. തടാകം. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ തടാകമാണ് വോസ്റ്റോക്ക്. 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡാണ്. 1000 തടാകങ്ങളുടെ നാട് ഫിൻലാൻഡാണ്. ആഴത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള തടാകമാണ് തംഗാൻവിക. യൂറോപ്പിലെ ഏറ്റവും വലിയ തടാകമാണ് ലഡോഗ. പഞ്ചമഹാതടാകങ്ങളിൽ ഏറ്റവും വലുതാണ് സുപ്പീരിയർ തടാകം. പഞ്ചമഹാതടാകങ്ങളിൽ ഏറ്റവും വലിയ തടാകമാണ് സുപ്പീരിയർ. പഞ്ചമഹാതടാകങ്ങളിൽ ഏറ്റവും ചെറുതോ? ഒന്റേറിയോയാണ്. പഞ്ചമഹാതടാകങ്ങളിൽ ഏറ്റവും വലുത് സുപ്പീരിയറും ഏറ്റവും ചെറുത് ഒന്റേറിയോയുമാണ്. ഓസ്ട്രേലിയ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ തടാകമാണ് അയർ. സുപ്പീരിയർ തടാകം അതിര് പങ്കിടുന്ന രാജ്യങ്ങളാണ് കാനഡയും യുഎസും. ബെയ്ക്കൽ തടാകം റഷ്യയിലാണ് ഉള്ളത്. ബെയ്ക്കൽ തടാകം ഏതു രാജ്യത്താണ്? റഷ്യ. ഗ്രേറ്റ് സ്ലേവ് തടാകം കാനഡയിലാണ്. ഏതു രാജ്യത്താണ്? കാനഡയിലാണ്. ലോകത്തിലെ 60% തടാകങ്ങളും സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് കാനഡ. ലോകത്തിലെ തന്നെ 60% തടാകങ്ങളും സ്ഥിതി ചെയ്യുന്നത് കാനഡയിലാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തടാകമാണ് ബെയ്ക്കൽ. ലോകത്തിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ തടാകവും ബെയ്ക്കൽ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തടാകവും ഏറ്റവും ആഴം കൂടിയ തടാകവും ബെയ്ക്കൽ തടാകമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് ആഫ്രിക്കയിലെ വിക്ടോറിയ തടാകം. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് സുപ്പീരിയർ തടാകം. വിക്ടോറിയ തടാകം അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഉഗാണ്ട, കെനിയ, തൻസാനിയ. പഞ്ചമഹാതടാകങ്ങൾ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണുള്ളത്? യുഎസ്എയ്ക്കും കാനഡയ്ക്കും ഇടയിലാണ് പഞ്ചമഹാതടാകങ്ങൾ. 10,000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് അമേരിക്കയിലെ മിനസോട്ടയാണ്. ഭൂമധ്യരേഖ കടന്നുപോകുന്ന ആഫ്രിക്കൻ തടാകം വിക്ടോറിയ തടാകമാണ്. മധ്യ യൂറോപ്പിലെ ഏറ്റവും വലിയ തടാകമായ ബലാട്ടോൺ ഏത് രാജ്യത്താണ്? ഹംഗറി. അത് ഹംഗറിയിലാണ് ഉള്ളത്. ഓക്സ്ബോ തടാകങ്ങൾക്ക് രൂപം നൽകുന്നത് നദീപ്രവാഹമാണ്. വ്യാപ്തത്തിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള തടാകമാണ് തംഗാൻവിക. ജലവ്യാപ്തിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ തടാകമാണ് കരിബ തടാകം. സിംബാബ്വെ, സാംബിയ അതിർത്തിയിലാണ് ഉള്ളത്. കെനിയ, താൻസാനിയ, ഉഗാണ്ട എന്നീ രാജ്യങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന തടാകമാണ് വിക്ടോറിയ തടാകം.
നൈൽ നദിയിലെ അസ്വാൻ അണക്കെട്ടിന്റെ ഫലമായി രൂപം കൊണ്ട നാസർ തടാകം സ്ഥിതി ചെയ്യുന്നത് ഈജിപ്ത്, സുഡാൻ എന്നീ രാജ്യങ്ങളിലാണ്. നൈൽ നദിയിലെ അസ്വാൻ അണക്കെട്ടിന്റെ ഫലമായി രൂപം കൊണ്ട നാസർ തടാകം സ്ഥിതി ചെയ്യുന്നത് ഈജിപ്ത്, സുഡാൻ എന്നീ രാജ്യങ്ങളിലാണ്. കാസ്പിയൻ കടൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് കസഖ്സ്ഥാൻ, റഷ്യ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, ഇറാൻ. കാസ്പിയൻ കടൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് കസഖ്സ്ഥാൻ, റഷ്യ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, ഇറാൻ. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന തടാക തീരമാണ് ചാവുകടൽ. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന തടാക തീരമാണ് ചാവുകടൽ. ലോകത്തിലെ ഏറ്റവും വലിയ തടാകമാണ് കാസ്പിയൻ കടൽ. ലോകത്തിലെ ഏറ്റവും വലിയ തടാകമാണ് കാസ്പിയൻ കടൽ. ലോകത്തെ ഏറ്റവും നീളം കൂടിയ തടാകമാണ് തംഗാൻവിക. ലോകത്ത് ഏറ്റവും നീളം കൂടിയ തടാകമാണ് തംഗാൻവിക. റഷ്യയുടെ ഗാലപ്പാഗോസ് എന്നറിയപ്പെടുന്ന തടാകമാണ് ബെയ്ക്കൽ തടാകം. റഷ്യയുടെ ഗാലപ്പാഗോസ് എന്നറിയപ്പെടുന്ന തടാകമാണ് ബെയ്ക്കൽ തടാകം. സൈബീരിയയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തടാകമാണ് ബെയ്ക്കൽ. സൈബീരിയയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തടാകമാണ് ബെയ്ക്കൽ. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ തടാകമാണ് ടിറ്റിക്കാക്ക. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ തടാകമാണ് ടിറ്റിക്കാക്ക. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ശുദ്ധജല തടാകമാണ് ടാംഗനിക്ക. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ശുദ്ധജല തടാകമാണ് ടാംഗനിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ തടാക ദ്വീപായ മാനിറ്റോളിന് ഏത് തടാകത്തിലാണ്? ഹൂറോൺ. ലോകത്തിലെ ഏറ്റവും വലിയ തടാക ദ്വീപാണ് മാനിറ്റോളിൻ. അതിലുള്ളത് ഹൂറോൺ എന്ന തടാകത്തിലാണ്. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള രാജ്യമാണ് ചൈന. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള രാജ്യമാണ് ചൈന. ജോർദാൻ, ഇസ്രയേൽ എന്നീ രാജ്യങ്ങൾക്കിടയിലാണ് ചാവുകടൽ സ്ഥിതി ചെയ്യുന്നത്. ചാവുകടൽ സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ്? ജോർദാൻ, ഇസ്രയേൽ. സാംബസി എന്ന നദിയിലാണ് കരിബ അണക്കെട്ടുള്ളത്. സാംബസി എന്ന നദിയിലാണ് കരിബ അണക്കെട്ടുള്ളത്. ഗലീലി കടൽ ഏത് രാജ്യത്തെ ശുദ്ധജല തടാകമാണ്? ഇസ്രയേൽ. ഇസ്രയേലിലെ ശുദ്ധജല തടാകമാണ് ഗലീലി കടൽ. വോൾട്ട എന്ന നദിയിലെ അണക്കെട്ടിന്റെ ഫലമായിട്ടാണ് വോൾട്ട തടാകം രൂപം കൊണ്ടിരിക്കുന്നത്. വോൾട്ട നദിയിലെ അണക്കെട്ടിന്റെ ഫലമായിട്ടാണ് വോൾട്ട തടാകം രൂപം കൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള നാവികയോഗ്യമായതും പെറു, ബൊളീവിയ അതിർത്തിയിലുള്ളതുമായ തടാകമാണ് ടിറ്റിക്കാക്ക. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള നാവികയോഗ്യമായതും പെറു, ബൊളീവിയ അതിർത്തിയിലുള്ളതുമായ തടാകമാണ് ടിറ്റിക്കാക്ക. റഷ്യയിലാണ് ലഡോഗ തടാകം. റഷ്യ എന്ന രാജ്യത്താണ് ലഡോഗ തടാകം. ലോകത്തെ ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള രാജ്യമാണ് കാനഡ. ലോകത്തെ ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള രാജ്യമാണ് കാനഡ. നാസർ തടാകം സുഡാനിൽ അറിയപ്പെടുന്ന പേരാണ് നൂബിയ തടാകം. നാസർ തടാകം സുഡാനിൽ അറിയപ്പെടുന്നത് നൂബിയ തടാകം എന്നാണ്. പഞ്ചമഹാ തടാകങ്ങളെ അത്ലന്റിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നത് സെന്റ് ലോറൻസ് സിവോയാണ്. പഞ്ചമഹാ തടാകങ്ങളെ അത്ലന്റിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നത് സെന്റ് ലോറൻസ് സിവോയാണ്. ഉഷ്ണമേഖലാ പ്രദേശത്തെ ഏറ്റവും വലിയ തടാകമാണ് വിക്ടോറിയ. ഉഷ്ണമേഖലാ പ്രദേശത്തെ ഏറ്റവും വലിയ തടാകമാണ് വിക്ടോറിയ. വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ തടാകമാണ് വോൾട്ട. വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ തടാകമാണ് വോൾട്ട. അടുത്തത് നമുക്ക് സമുദ്രങ്ങളും കടലുകളെ കുറിച്ചും പഠിക്കാം. നമുക്ക് ആകെ സമുദ്രങ്ങളുടെ എണ്ണം എത്രയാണ്? 5 എണ്ണമാണ്. ഏതൊക്കെയാണ്? പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക്. ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്നുള്ള വൻകരകളാണ് ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ. ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്നിട്ടുള്ള വൻകരകളാണ് ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ. ഒരു രാജ്യത്തിന് പൂർണ്ണ അധികാരമുള്ള സമുദ്രഭാഗം തീരത്തുനിന്ന് എത്ര ദൂരം വരെയാണ്? 12 നോട്ടിക്കൽ മൈൽ വരെയാണ്. ഒരു രാജ്യത്തിന് പൂർണ്ണ അധികാരമുള്ള സമുദ്രഭാഗം തീരത്തുനിന്ന് 12 നോട്ടിക്കൽ മൈൽ ദൂരം വരെയാണ്. ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്ന് 24 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രപ്രദേശത്തെ പറയുന്നത് കണ്ടിജിയസ് സോൺ എന്നാണ്. ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്ന് 24 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രപ്രദേശത്തെ പറയുന്ന പേരാണ് കണ്ടിജിയസ് സോൺ.
ഒരു രാജ്യത്തിന്റെ തീരത്തു നിന്ന് എത്ര നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രപ്രദേശമാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ? 200. ഒരു രാജ്യത്തിന്റെ തീരത്തു നിന്ന് 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രപ്രദേശമാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. ലോകത്തെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യമാണ് കാനഡ. ലോകത്ത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യമാണ് കാനഡ. സോണാർ ഉപയോഗിക്കുന്നത് സമുദ്രത്തിന്റെ ആഴം അറിയാൻ വേണ്ടിയിട്ടാണ്. സമുദ്രത്തിന്റെ ആഴം അറിയാൻ വേണ്ടിയിട്ടാണ് സോണാർ ഉപയോഗിക്കുന്നത്. തലാസോഗ്രഫി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? കടലുകളെ കുറിച്ചിട്ടുള്ള പഠനമാണ് തലാസോഗ്രാഫി. തുറമുഖങ്ങളില്ലാത്ത സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. തുറമുഖങ്ങളില്ലാത്ത സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തോട് ചേർന്നിട്ടുള്ള വൻകരകളാണ് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്. അറ്റ്ലാന്റിക് സമുദ്രത്തോട് ചേർന്നിട്ടുള്ള വൻകരകളാണ് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്. ആർട്ടിക് സമുദ്രത്തോട് ചേർന്നിട്ടുള്ള വൻകരകളാണ് വടക്കേ അമേരിക്ക, യൂറോപ്പ് അഥവാ യൂറേഷ്യ. ആർട്ടിക് സമുദ്രത്തോട് ചേർന്നിട്ടുള്ള വൻകരകളാണ് വടക്കേ അമേരിക്കയും യൂറോപ്പും. പസഫിക് സമുദ്രത്തോട് ചേർന്നിട്ടുള്ള വൻകരകളാണ് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ. പസഫിക് സമുദ്രത്തോട് ചേർന്നിട്ടുള്ള വൻകരകളാണ് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ. സമുദ്രത്തിന്റെ ശരാശരി ആഴമാണ് 3554 മീറ്റർ. സമുദ്രത്തിന്റെ ശരാശരി ആഴമാണ് 3554 മീറ്റർ. സമുദ്രത്തിലെ സുന്ദരി എന്നറിയപ്പെടുന്നത് സ്റ്റോക്ക്ഹോം ആണ്. സമുദ്രത്തിലെ സുന്ദരി എന്നറിയപ്പെടുന്നത് സ്റ്റോക്ക്ഹോം ആണ്. സമുദ്രങ്ങളുടെ ആഴം അളക്കുന്ന ഉപകരണമാണ് എക്കോ സൗണ്ടർ. സമുദ്രങ്ങളുടെ ആഴം അളക്കുന്ന ഉപകരണമാണ് എക്കോ സൗണ്ടർ. അന്റാർട്ടിക് സമുദ്രത്തോട് ചേർന്നുള്ള വൻകരകളാണ് അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക. അന്റാർട്ടിക് സമുദ്രത്തോട് ചേർന്നിട്ടുള്ള വൻകരകളാണ് അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക. പാൻജിയയെ വലയം ചെയ്തിരുന്ന പ്രാചീന സമുദ്രം അറിയപ്പെട്ടിരുന്നത് പന്തലാസ എന്നാണ്. പാൻജിയയെ വലയം ചെയ്തിരുന്ന പ്രാചീന സമുദ്രം അറിയപ്പെട്ടിരുന്നത് പന്തലാസ എന്നാണ്. ഭൂമിയിലെ ആകെ ജലത്തിന്റെ 3% ശുദ്ധജലം. ഭൂമിയിലെ ആകെ ജലത്തിന്റെ 3% ശുദ്ധജലം. ഭൗമോപരിതലത്തിന്റെ എത്ര ശതമാനമാണ് സമുദ്രങ്ങൾ ഉൾക്കൊള്ളുന്നത്? 71%. ഭൗമോപരിതലത്തിന്റെ 71% സമുദ്രങ്ങൾ ഉൾക്കൊള്ളുന്നത്. സമുദ്രജലത്തിന്റെ ശരാശരി താപനില 17 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. സമുദ്രജലത്തിന്റെ ശരാശരി താപനില 17 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. ജീവന്റെ ഉദ്ഭവം എവിടെയാണ്? സമുദ്രത്തിൽ നിന്നാണ്. ജീവന്റെ ഉദ്ഭവം എവിടെയാണ്? സമുദ്രത്തിൽ നിന്നാണ്. അടുത്ത് നമുക്ക് ഓരോ സമുദ്രങ്ങളെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം നമ്മൾ അറ്റ്ലാന്റിക് സമുദ്രത്തിനെയാണ് പഠിക്കാൻ പോകുന്നത്. ബാഫിൻ ഉൾക്കടലിനെ അറ്റ്ലാന്റിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ഡേവിസ് കടലിടുക്ക്. ബാഫിൻ ഉൾക്കടലിനെ അറ്റ്ലാന്റിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ഡേവിസ് കടലിടുക്ക്. ഗ്രീൻവിച്ച് രേഖയും ഭൂമധ്യരേഖയും സംഗമിക്കുന്ന പോയിന്റ് അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഗ്രീൻവിച്ച് രേഖയും ഭൂമധ്യരേഖയും സംഗമിക്കുന്ന പോയിന്റ് ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഫോക്ലാൻഡ് ദ്വീപുകൾ ഏത് സമുദ്രത്തിലാണ്? ദക്ഷിണ അറ്റ്ലാന്റിക്. ഫോക്ലാൻഡ് ദ്വീപുകൾ ഏത് സമുദ്രത്തിലാണ്? ദക്ഷിണ അറ്റ്ലാന്റിക്. അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് അസെൻഷൻ ദ്വീപ് ഉള്ളത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് അസെൻഷൻ ദ്വീപ് ഉള്ളത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തന്നെയാണ് ഗിനിയ പ്രവാഹവും. അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഗിനിയ പ്രവാഹം. സൗത്ത് സാൻഡ്വിച്ച് ദ്വീപുകൾ ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രം. സൗത്ത് സാൻഡ്വിച്ച് ദ്വീപുകൾ ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രം. ആഫ്രിക്ക, അമേരിക്ക എന്നീ വൻകരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ആഫ്രിക്ക, അമേരിക്ക എന്നീ വൻകരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ആമസോൺ നദി പതിക്കുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക്. ആമസോൺ നദി പതിക്കുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ബെർമുഡ ട്രയാങ്കിൾ ഏത് സമുദ്രത്തിലാണ്? പശ്ചിമ ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ബെർമുഡ ട്രയാങ്കിൾ ഏത് സമുദ്രത്തിലാണ്? പശ്ചിമ ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ചാളക്കടൽ എന്ന് പ്രസിദ്ധമായിരിക്കുന്ന സമുദ്രഭാഗമാണ് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രം. ചാളക്കടൽ എന്ന് പ്രസിദ്ധമായിരിക്കുന്ന സമുദ്രഭാഗമാണ് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രം. ബർമുഡ ദ്വീപ് ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ബർമുഡ ദ്വീപ് ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രം. സെന്റ് ഹെലീന ഏത് സമുദ്രത്തിലാണ്? ദക്ഷിണ അറ്റ്ലാന്റിക്. സെന്റ് ഹെലീന ഏത് സമുദ്രത്തിലാണ്? ദക്ഷിണ അറ്റ്ലാന്റിക്.
അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് അങ്കോള പ്രവാഹം. അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് അങ്കോള പ്രവാഹം. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തന്നെയാണ് ഗൾഫ് സ്ട്രീമും ഉള്ളത്. ഏത് സമുദ്രത്തിലാണ് ഗൾഫ് സ്ട്രീം? അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തന്നെ സർഗോസ കടലാണ് ഉള്ളത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് സർഗാസ കടൽ. ഹെറിംഗ് പോണ്ട് എന്നറിയപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഹെറിംഗ് പോണ്ട് എന്നറിയപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വിസ്തീർണം 106.5 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വിസ്തീർണം 106.5 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ആഫ്രിക്കയുടെ തെക്കേ അറ്റത്ത് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും സംഗമിക്കുന്ന സ്ഥലമാണ് കേപ്പ് അഗുലാസ്. ആഫ്രിക്കയുടെ തെക്കേ അറ്റത്ത് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും സംഗമിക്കുന്ന സ്ഥലമാണ് കേപ്പ് അഗുലാസ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ബെൻഗ്വീല പ്രവാഹമുള്ളത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നാണ് ടൈറ്റാനിക് കപ്പൽ മുങ്ങിയതും. ടൈറ്റാനിക് കപ്പൽ മുങ്ങിയത് എവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ശാന്തസമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാലാണ് പനാമ കനാൽ. ശാന്തസമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാലാണ് പനാമ കനാൽ. ന്യൂയോർക്ക് ഏത് സമുദ്രത്തിന്റെ തീരത്താണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്താണ് ന്യൂയോർക്ക്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നായ ഗ്രാൻഡ് ബാങ്ക്സ് ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നായ ഗ്രാൻഡ് ബാങ്ക്സ് ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രഭാഗം അറ്റ്ലാന്റിക്കിന്റെ വടക്കുഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രഭാഗമാണ് അറ്റ്ലാന്റിക്കിന്റെ വടക്കുഭാഗം. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാഹജലത്തെ ഏറ്റുവാങ്ങുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക്. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാഹജലത്തെ ഏറ്റുവാങ്ങുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് എന്ന ആകൃതിയിൽ കാണപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. എത്യോപ്പിക് സമുദ്രം എന്നറിയപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. എത്യോപ്പിക് സമുദ്രം എന്നറിയപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഭൂമിയിലെ ജലവ്യാപ്ത ഉപരിതലത്തിന്റെ 26% അറ്റ്ലാന്റിക് സമുദ്രം ഉൾക്കൊള്ളുന്നത്. ഭൂമിയിലെ ജലവ്യാപ്ത ഉപരിതലത്തിന്റെ എത്ര ശതമാനമാണ് അറ്റ്ലാന്റിക് സമുദ്രം ഉൾക്കൊള്ളുന്നത്? 26%. ഭൗമോപരിതലത്തിൻ്റെതാണെങ്കിൽ 20%. മിൽവോക്കി ഗർത്തം അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. മിൽവോക്കി ഗർത്തം ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അറ്റ്ലാന്റിക് മഹാസമുദ്ര പ്രദേശങ്ങളിൽ കൊടുങ്കാറ്റുകൾ അറിയപ്പെടുന്നത് ഹരിക്കെയിൻ എന്നാണ്. സ്കോട്ടിയ ഫലകം സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക്. സ്കോട്ടിയ ഫലകം സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക്. ലോകത്തിലെ പ്രമുഖ വികസിത രാജ്യങ്ങൾ ഏത് സമുദ്രത്തിന്റെ തീരത്താണ്? അറ്റ്ലാന്റിക്. ലോകത്തിലെ പ്രമുഖ വികസിത രാജ്യങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്താണ്. അടുത്തത് പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിലാണ് മൗന കിയ പർവ്വതമുള്ളത്. ഏത് സമുദ്രത്തിലാണ് മൗന കിയ പർവ്വതം? പസഫിക് സമുദ്രം. പസഫിക് സമുദ്ര തീരത്താണ് ലോസ് ഏഞ്ചലസ് ഉള്ളത്. പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് മഗല്ലനാണ്. മഗല്ലനാണ് പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയിട്ടുള്ളത്. പസഫിക് സമുദ്രം 1513 കണ്ടെത്തിയ സ്പാനിഷ് പര്യവേഷകനാണ് വാസ്കോ ന്യൂനസ് ബൽബോവ. പസഫിക് സമുദ്രം 1513 കണ്ടെത്തിയ സ്പാനിഷ് പര്യവേഷകനാണ് വാസ്കോ ന്യൂനസ് ബൽബോവ. ത്രികോണാകൃതിയിലുള്ള സമുദ്രം പസഫിക് സമുദ്രം. ത്രികോണാകൃതിയിലുള്ള സമുദ്രമാണ് പസഫിക് സമുദ്രം. ഈസ്റ്റർ ദ്വീപ് പസഫിക് സമുദ്രത്തിലാണ്. ഈസ്റ്റർ ദ്വീപ് ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രം. എൽനിനോ, ലാനിനോ എന്നീ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്ന സമുദ്രമാണ് പസഫിക്. എൽനിനോ, ലാനിനോ എന്നീ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് പസഫിക് സമുദ്രത്തിലാണ്. ക്രോംവെൽ പ്രവാഹം പസഫിക്കിലാണ്. ക്രോംവെൽ പ്രവാഹം ഏത് സമുദ്രത്തിലാണ്? പസഫിക്കിലാണ്. ദക്ഷിണ ചൈന കടൽ ഏത് ദ്വീപിന്റെ ഭാഗമാണ്? പസഫിക്. പസഫിക് ദ്വീപിന്റെ ഭാഗമാണ് ദക്ഷിണ ചൈന കടൽ. കുറോഷിയോ പ്രവാഹം പസഫിക് സമുദ്രത്തിലാണ്. കുറോഷിയോ പ്രവാഹം ഏത് സമുദ്രത്തിലാണ്? പസഫിക്. സമുദ്രങ്ങളിൽ രാജാവ് എന്നറിയപ്പെടുന്നത് പസഫിക് ആണ്. സമുദ്രങ്ങളിൽ രാജാവ് എന്നറിയപ്പെടുന്നത് പസഫിക് സമുദ്രമാണ്. ഹവായി ദ്വീപുകൾ എവിടെയാണുള്ളത്? മധ്യ പസഫിക് സമുദ്രത്തിലാണ്.
ഹവായി ദ്വീപുകൾ എവിടെയാണ്? മധ്യ പസഫിക് സമുദ്രം. ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. ശാന്തസമുദ്രത്തിന്റെ ഏറ്റവും ആഴമേറിയ ഭാഗമായ മറിയാന കിടങ്ങ് 1875 കണ്ടെത്തിയ ബ്രിട്ടീഷ് പര്യവേഷണ കപ്പലാണ് HMS ചലഞ്ചർ. ശാന്തസമുദ്രത്തിന്റെ ഏറ്റവും ആഴമേറിയ ഭാഗമായിട്ടുള്ള മറിയാന കിടങ്ങ് 1875 കണ്ടെത്തിയ ബ്രിട്ടീഷ് പര്യവേഷണ കപ്പലാണ് HMS ചലഞ്ചർ. പസഫിക് സമുദ്രത്തിന്റെ വിസ്തീർണം 165.2 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. പസഫിക് സമുദ്രത്തിന്റെ വിസ്തീർണം 165.2 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ബെറിംഗ് കടലിടുക്ക് ഏത് സമുദ്രത്തെയാണ് ആർട്ടിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നത്? പസഫിക്. ബെറിം കടലിടുക്ക് പസഫിക് സമുദ്രത്തെയാണ് ആർട്ടിക് സമുദ്രവുമായി ബന്ധപ്പെടുത്തുന്നത്. പേൾ ഹാർബർ ഏത് സമുദ്രതീരത്താണ്? പസഫിക്. ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങളുള്ള സമുദ്രവും പസഫിക് തന്നെയാണ്. പസഫിക് സമുദ്രത്തിലാണ് സഖലിൻ ദ്വീപ്. പസഫിക് സമുദ്രത്തിലാണ് സഖലിൻ ദ്വീപ്. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ന്യൂ ഗിനിയ. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ന്യൂ ഗിനിയ. മുറൂറോ അറ്റോൾ ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രം. മുറൂറോ അറ്റോൾ ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രം. ഹംബോൾട്ട് പ്രവാഹം പസഫിക്കിലാണ്. ഹംബോൾട്ട് പ്രവാഹം പസഫിക് സമുദ്രത്തിലാണ്. ഏറ്റവും ആഴം കൂടിയ സമുദ്രം പസഫിക് സമുദ്രമാണ്. ചന്ദ്രയാത്ര കഴിഞ്ഞ് നീലാംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. ശാന്തമായത് എന്ന പേരിനർത്ഥമുള്ള സമുദ്രമാണ് പസഫിക്. ശാന്തമായത് എന്ന് പേരിനർത്ഥമുള്ള സമുദ്രമാണ് പസഫിക് സമുദ്രം. ഗിൽബർട്ട് ദ്വീപുകൾ പസഫിക് സമുദ്രത്തിലാണ്. സിംഗപ്പൂർ ഏത് സമുദ്രതീരത്താണ്? പസഫിക് സമുദ്രതീരത്താണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രമാണ് പസഫിക്. ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. ടോക്കിയോ പസഫിക് സമുദ്രത്തിന്റെ തീരത്താണ്. ടോക്കിയോ പസഫിക് സമുദ്രത്തിന്റെ തീരത്താണ്. പസഫിക് സമുദ്രത്തിലാണ് ഗാലപ്പാഗോസ് ദ്വീപുകൾ. പസഫിക് സമുദ്രത്തിലാണ് ഗാലപ്പാഗോസ് ദ്വീപുകൾ. പസഫിക് സമുദ്ര തീരത്താണ് സാൻ ഫ്രാൻസിസ്കോ ഉള്ളത്. പസഫിക് സമുദ്ര തീരത്താണ് സാൻ ഫ്രാൻസിസ്കോ ഉള്ളത്. അടുത്ത് നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തെ കുറിച്ച് പഠിക്കാം. ശ്രീലങ്ക ഏത് സമുദ്രത്തിലാണുള്ളത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ശ്രീലങ്കയുള്ളത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. അഗുൽഹസ് പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. അഗുൽഹസ് പ്രവാഹം ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രം. വലിപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. വലിപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. സാംബസി നദി ഏത് സമുദ്രത്തിലാണ് പതിക്കുന്നത്? ഇന്ത്യൻ മഹാസമുദ്രം. സാംബസി നദി ഏത് സമുദ്രത്തിലാണ് പതിക്കുന്നത്? ഇന്ത്യൻ മഹാസമുദ്രം. ചെങ്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ചെങ്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. പവിഴപ്പുറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പ്രധാന പ്രത്യേകതയാണ്. പവിഴപ്പുറ്റുകൾ ഏത് സമുദ്രത്തിന്റെ പ്രധാന പ്രത്യേകതയാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. മാലിദ്വീപ് ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ സൈനിക താവളമാണ് ഡീഗോ ഗാർഷ്യ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ സൈനിക താവളമാണ് ഡീഗോ ഗാർഷ്യ. ചെങ്കടലിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കടലാണ് ഏദൻ ഉൾക്കടൽ. ചെങ്കടലിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന ഉൾക്കടലാണ് ഏദൻ ഉൾക്കടൽ. പേർഷ്യൻ ഉൾക്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രം. പേർഷ്യൻ ഉൾക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. പാക് കടലിടുക്ക് ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രം. പാക് കടലിടുക്ക് ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഹിന്ദിയിലും മറ്റിന്ത്യൻ ഭാഷകളിലും ഹിന്ദ് മഹാസാഗരം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഹിന്ദിയിലും മറ്റിന്ത്യൻ ഭാഷകളിലും ഹിന്ദ് മഹാസാഗരം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ M എന്ന അക്ഷരത്തിന്റെ ആകൃതിയിലാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ M എന്ന അക്ഷരത്തിന്റെ ആകൃതിയിലുള്ള സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം.
ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഉത്ഭവിക്കുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നാണ്. പ്രാചീന സംസ്കൃത സാഹിത്യത്തിൽ രത്നാകര എന്നറിയപ്പെടുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. പ്രാചീന സംസ്കൃത സാഹിത്യത്തിൽ രത്നാകര എന്നറിയപ്പെടുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ബംഗാൾ ഉൾക്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗങ്ങളാണ്. മൊസാംബിക് പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. മൊസാംബിക് പ്രവാഹം ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രം. അടുത്തത് നമുക്ക് ആർട്ടിക് സമുദ്രത്തെ കുറിച്ച് പഠിക്കാം. പൂർണ്ണമായും ഉത്തരാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. പൂർണ്ണമായും ഉത്തരാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ D എന്ന ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് ആർട്ടിക്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ D എന്ന ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഉത്തരധ്രുവം ആർട്ടിക് സമുദ്രത്തിലാണ്. ഉത്തരധ്രുവം ഏത് സമുദ്രത്തിലാണ്? ആർട്ടിക് സമുദ്രം. ഏറ്റവും ആഴം കുറഞ്ഞ മഹാസമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഏറ്റവും ആഴം കുറഞ്ഞ മഹാസമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഏറ്റവും ചെറിയ മഹാസമുദ്രവും ആർട്ടിക് സമുദ്രമാണ്. ഏറ്റവും തണുപ്പ് കൂടിയ സമുദ്രവും ആർട്ടിക് സമുദ്രമാണ്. ഹഡ്സൺ ഉൾക്കടൽ ഏത് സമുദ്രത്തിലാണ്? ആർട്ടിക് സമുദ്രം. ഹഡ്സൺ ഉൾക്കടൽ ഏത് സമുദ്രത്തിലാണ്? ആർട്ടിക് സമുദ്രം. അടുത്തത് നമുക്ക് അന്റാർട്ടിക് സമുദ്രത്തെ കുറിച്ച് നോക്കാം. തുറമുഖങ്ങളില്ലാത്ത സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. തുറമുഖങ്ങളില്ലാത്ത സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. അന്റാർട്ടിക് വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. അന്റാർട്ടിക് വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. അന്റാർട്ടിക് സമുദ്രം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ദക്ഷിണ സമുദ്രം അഥവാ സതേൺ ഓഷ്യൻ. അന്റാർട്ടിക് സമുദ്രം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ദക്ഷിണ സമുദ്രം അഥവാ സതേൺ ഓഷ്യൻ. വലുപ്പത്തിൽ 4ാം സ്ഥാനമുള്ള സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. വലുപ്പത്തിൽ 4ാം സ്ഥാനമുള്ള സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. സമുദ്രോപരിതലം പൂർണ്ണമായും തണുത്തുറഞ്ഞ അവസ്ഥയിലുള്ള സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. സമുദ്രോപരിതലം പൂർണ്ണമായും തണുത്തുറഞ്ഞ അവസ്ഥയിലുള്ള സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. ഏറ്റവും പ്രായം കുറഞ്ഞ സമുദ്രമായി പരിഗണിക്കപ്പെടുന്നത് ദക്ഷിണ സമുദ്രമാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ സമുദ്രമായി പരിഗണിക്കപ്പെടുന്നത് ദക്ഷിണ സമുദ്രമാണ്. ദക്ഷിണ സമുദ്രത്തിന്റെ ഭാഗമായ ഏറ്റവും വലിയ കടലാണ് വെഡൽ കടൽ. ദക്ഷിണ സമുദ്രത്തിന്റെ ഭാഗമായ ഏറ്റവും വലിയ കടലാണ് വെഡൽ കടൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സമുദ്രങ്ങളും കടലുകളും തടാകങ്ങൾ എന്നിവയെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് പറഞ്ഞത് മുഴുവനായും നിങ്ങൾക്ക് കൃത്യമായും തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.